റെന സിബി. ഞാൻ വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ തോട്ടുവ സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ജൂലൈ 31, 2024 ഞാൻ ഇതിനു മുമ്പ് 2 പ്രാവശ്യം കൃപാസനത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ രണ്ടാമത്തെ നിയോഗമായിട്ട് സമർപ്പിച്ചിരുന്നത് എൻ്റെ B2 ജർമ്മൻ എക്സാം പാസ്സാവുന്നതായിരുന്നു. ഞാൻ ഇതിനു മുൻപ് 2 പ്രാവശ്യം B2 എക്സാം എഴുതിയെങ്കിലും ഞാൻ പാസ്സായില്ലായിരുന്നു. ഞാൻ ECL എന്ന് പറഞ്ഞൊരു എക്സാമാണ് എഴുതിയത്. 3 മൊഡ്യൂൾസിനും ഞാൻ പാസ്സായെങ്കിലും 1 മൊഡ്യൂൾ മാത്രം 2 പ്രാവശ്യം ഞാൻ ഫെയിലായി. പക്ഷേ എനിക്ക് കമ്പൈൻ ചെയ്തപ്പോൾ മാർക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഫുള്ളും ഫെയിലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ 2 പ്രാവശ്യം ECL എക്സാം എഴുതി. ഞാൻ പാസ്സായില്ല. പിന്നീട് ഞാൻ ECL എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന അന്ന് ഒരു സാക്ഷ്യം കേട്ടിരുന്നു. 2 പ്രാവശ്യം IELTS എഴുതി. പിന്നെ എല്ലാവരും പറഞ്ഞു OET എഴുതി പാസ്സായ സാക്ഷ്യം. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇനി ECL എഴുതണ്ട, ഗോയിത്തെ എന്ന് പറയുന്ന എക്സാം ഉണ്ട്, അത് എഴുതിയാൽ മതിയെന്ന് തോന്നി. ഞാൻ ഗോയിത്തെ എക്സാമിന് വീണ്ടും സീറ്റ് നോക്കി. അപ്പോൾ എക്സാമിന് സീറ്റ് കിട്ടുവാനായിട്ട് നല്ല ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ എനിക്ക് അമ്മ മാതാവ് ബാംഗ്ലൂർ ജൂൺ 27 സീറ്റ് നൽകി. സീറ്റ് കിട്ടാനൊക്കെ ഡിഫിക്കൽട്ടായിരുന്നു. പിന്നെ എനിക്ക് ഡിജിറ്റൽ എക്സാമിനായിരുന്നു സീറ്റ് കിട്ടിയത്. അത് അമ്മ മാതാവ് എനിക്ക് പേപ്പർ എക്സാമായിട്ട് കൺവേർട്ടും ചെയ്തു തന്നു. ഞാൻ അന്ന് 2 മൊഡ്യൂളാണ് എക്സാം എഴുതിയത്. അപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. എങ്കിലും ഞാൻ മെയ് മാസം തൊട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി സായാഹ്ന പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിച്ച് ഡേറ്റ് ഇട്ട് അമ്മ എനിക്ക് സീറ്റ് നൽകിയത്. അന്ന് ഞാൻ എക്സാം എഴുതി. അപ്പോൾ 2 പ്രാവശ്യവും ഞാൻ ECL ഫെയിൽ ആയിക്കൊണ്ടിരുന്ന ലിസണിങ് എന്ന മൊഡ്യൂളിൽ ഞാൻ വിജയിച്ചു. അത് കഴിഞ്ഞ് അന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ഞാൻ വിജയിക്കുവാണെങ്കിൽ ഉടമ്പടി എടുത്തുകൊള്ളാം എന്ന്. അതിനുശേഷം ഞാൻ ജൂലൈ 31 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പിന്നീട് അമ്മ എനിക്ക് ഓഗസ്റ്റ് 5 ചെന്നൈയിൽ എക്സാമിന് സീറ്റ് നൽകി. ഞാൻ സീറ്റ് എടുക്കുന്നതിന് മുന്നേ പറഞ്ഞിരുന്നു എനിക്ക് നല്ലതിനാണ്, ഞാൻ വിജയിക്കുമെങ്കിൽ മാത്രം എനിക്ക് സീറ്റ് തന്നാൽ മതിയെന്ന് അമ്മയോട് പറഞ്ഞിരുന്നു. അമ്മ എനിക്ക് ഓഗസ്റ്റ് 5 സീറ്റ് നൽകി. അന്ന് ഞാൻ എക്സാമിന് 3 മൊഡ്യൂളാണ് എടുത്തത്. 3 മൊഡ്യൂൾ ഞാൻ എക്സാം എഴുതാൻ പോയി. എനിക്ക് അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിരുന്നു. എക്സാമിന് പോകുന്നതിന് മുമ്പ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കാശുരൂപവും കൈ പിടിച്ച് ഉടമ്പടി തൈലവും മറ്റ് വസ്തുക്കളും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയത്. അപ്പോൾ എക്സാമിന് ഞാൻ കാശുരൂപം കൈ പിടിച്ചാണ് എക്സാമിലിരുന്നത്. അപ്പോൾ എൻ്റെ ടീച്ചർ വന്ന് എൻ്റെ കയ്യിൽ ഇങ്ങനെ കാശുരൂപം കണ്ട് കൈ തുറന്ന് അവർ നോക്കിയെങ്കിലും എന്നോടൊന്നും പറയാതെ ആ കാശുരൂപം ടേബിളിൽ വെച്ചിട്ട് അവർ പോയി. സാധാരണ ഒന്നും എക്സാമിന് കയറ്റാൻ സമ്മതിക്കുന്നതല്ല, എങ്കിലും എന്നോടൊന്നും മിസ് പറഞ്ഞില്ല. ഞാൻ എക്സാം ഹാളിന് കയറുന്നതിന് മുന്നേ തന്നെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ എക്സാം എഴുതി. ഡിഫിക്കൽട്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. ഞാൻ എല്ലാ ദിവസവും ബൈബിളൊക്കെ വായിച്ചു. പിന്നെ ഞാൻ ഡേറ്റ് എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു ഓഗസ്റ്റ് 30 മുമ്പ് എന്നെ 3 മൊഡ്യൂളും പാസ്സാക്കണമെന്ന്. ഈ ഓഗസ്റ്റ് 21 എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ 3 മൊഡ്യൂളും പാസ്സായി. ഒരിക്കലും എന്നെക്കൊണ്ടിത് സാധിക്കില്ലായിരുന്നു. കാരണം 2 എക്സാമും ഞാൻ എൻ്റെ മെറിറ്റിൽ മാത്രം വിശ്വസിച്ച് പോയ ആളാണ്. ഞാൻ നല്ലോണം അന്ന് പഠിച്ച് ഒരുങ്ങിപ്പോയതാണ്. പക്ഷേ ഈ ടൈം എക്സാമിന് ഞാൻ വലിയ അത്ര ഒന്നും പഠിച്ചില്ല. എനിക്ക് പഠിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അമ്മ മാതാവ് എന്നെ വിജയിപ്പിച്ചു. അതേപോലെ എക്സാമിന് പോകുന്നതിന് മുന്നേ ഞാൻ സാക്ഷ്യം കേട്ടിരുന്നു. അപ്പോൾ എനിക്കൊരു സാക്ഷ്യം കിട്ടി. ആദ്യം 1 മൊഡ്യൂൾ ജയിച്ച് പിന്നെ 3 മൊഡ്യൂൾ ജയിച്ചൊരു സാക്ഷ്യം. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഞാൻ വിജയിക്കുമെന്ന്. എങ്കിലും എക്സാം ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതേപോലെ സ്പീക്കിങ്ങിന് കയറിയപ്പോഴും എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമേ മാതാവിനോട് പറഞ്ഞിരുന്നു എനിക്ക് 2:30 എന്നുള്ള ടൈമിൽ, അമ്മ പ്രത്യക്ഷപ്പെട്ട ടൈമിൽ എനിക്ക് സ്പീക്കിങ്ങിന് ഇത് കിട്ടണമെന്ന്. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ടൈം ഇട്ടേക്കുന്നത് 2:30 to 3 ഇടയിലായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ പേടിയൊക്കെ പോയി. എനിക്കൊരു പുതിയ ടോപ്പിക്കാണ് എല്ലാം കിട്ടിയത്. എങ്കിൽ പോലും ഞാൻ എല്ലാം പറഞ്ഞ് ഞാൻ ജസ്റ്റ് പാസ് മാർക്കാണ് അമ്മയോട് ചോദിച്ചത്. എനിക്ക് ഉന്നത വിജയം നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം എല്ലാം കൊടുക്കുമായിരുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുമായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. ഇത്രയും അനുഗ്രഹം നൽകിയ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി.